നമ്മൾ ദിവസവും കാണുന്ന ടി വിയിൽ നമ്മുടെ മലയാളം ചാനലിലെ ഫീമെയിൽ ന്യൂസ് റീഡേഴ്സ് ഇവരുടെ ഏജ് നിങ്ങൾ ഒരിക്കൽ പോലും റിയലി തിങ്ക് ചെയ്തിട്ടുണ്ടോ? സ്ക്രീനിൽ കാണുന്ന ആ ഒരു കോൺഫിഡൻസ് കണ്ടാൽ ഇവരുടെ ഏജ് ഗസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. സോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ പ്രഡിക്ഷനുള്ള ഇവരുടെ ഏജും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ദിവസവും ടി വി തുറക്കുമ്പോൾ കാണുന്ന ഈ ഫീമെയിൽ ന്യൂസ് റീഡേഴ്സ് അവർ നിങ്ങളെക്കാൾ പ്രായത്തിൽ ചെറുതാണോ അതോ പ്രായത്തിൽ മൂത്തവരാണോ? പലർക്കും ഷോക്ക് ആവുന്ന വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത്. സ്ക്രീനിൽ കാണുന്ന കോൺഫിഡൻസ് നോക്കി ഏജ് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം വളരെ ശരിയാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ന്യൂസ് റീഡേഴ്സ് ഏതാണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രജനി വാര്യർ. രജനി വാര്യരുടെ പ്രായം 38 അടുത്തത് അമീന കളരിക്കൽ. അമീന കളരിക്കലിൻ്റെ ഇപ്പോഴത്തെ പ്രായം 34 അടുത്തത് ലക്ഷ്മി പത്മയാണ്. ലക്ഷ്മി പത്മയുടെ ഇപ്പോഴത്തെ പ്രായം 36 അടുത്തത് അളകനന്ദയാണ്. അളകനന്ദയുടെ ഇപ്പോഴത്തെ പ്രായം 46 അടുത്തത് സിന്ധു സൂര്യകുമാറാണ്. സിന്ധു സൂര്യകുമാറിൻ്റെ ഇപ്പോഴത്തെ പ്രായം 39 അടുത്തത് പ്രജുലയാണ്. പ്രജുലയുടെ ഇപ്പോഴത്തെ പ്രായം 37 അടുത്തത് നിഷ പുരുഷോത്തമനാണ്. നിഷ പുരുഷോത്തമൻ്റെ ഇപ്പോഴത്തെ പ്രായം 37 അടുത്തത് ഷാനി പ്രഭാകരനാണ്. ഷാനി പ്രഭാകരൻ്റെ ഇപ്പോഴത്തെ പ്രായം 40 അടുത്തത് ശ്രീജ ശ്യാമാണ്. ശ്രീജ ശ്യാമിൻ്റെ ഇപ്പോഴത്തെ പ്രായം 38 അടുത്തത് മാധു സജിയാണ്. മാധു സജിയുടെ ഇപ്പോഴത്തെ പ്രായം 32 അടുത്തത് സുജയ പാർവതിയാണ്. സുജയ പാർവതിയുടെ ഇപ്പോഴത്തെ പ്രായം 38 അടുത്തത് എം ജെ രേണുകയാണ്. എം ജെ രേണുകയുടെ ഇപ്പോഴത്തെ പ്രായം 35 അടുത്തത് അപർണ കുറുപ്പാണ്. അപർണ കുറുപ്പിൻ്റെ ഇപ്പോഴത്തെ പ്രായം 39 അടുത്തത് സ്മൃതി പരുത്തിക്കാടാണ്. സ്മൃതി പരുത്തിക്കാടിൻ്റെ ഇപ്പോഴത്തെ പ്രായം 44 അടുത്തത് സേതുലക്ഷ്മിയാണ്. സേതുലക്ഷ്മിയുടെ ഇപ്പോഴത്തെ പ്രായം 31 അടുത്തത് സ്വാതി രാജീവാണ്. സ്വാതി രാജീവിൻ്റെ ഇപ്പോഴത്തെ പ്രായം 31 അടുത്തത് അപർണ സെന്നാണ്. അപർണ സെന്നിൻ്റെ ഇപ്പോഴത്തെ പ്രായം 38 അടുത്തത് ജൂലിയറ്റ് സെബാസ്റ്റ്യൻ ആണ്. ജൂലിയറ്റ് സെബാസ്റ്റ്യൻ്റെ ഇപ്പോഴത്തെ പ്രായം 34 അടുത്തത് അഭിരാമി എസ് ശർമ്മയാണ്. അഭിരാമി എസ് ശർമ്മയുടെ ഇപ്പോഴത്തെ പ്രായം 30 അടുത്തത് സ്വപ്ന വിജയകുമാറാണ്. സ്വപ്ന വിജയകുമാറിൻ്റെ ഇപ്പോഴത്തെ പ്രായം 36 അപ്പോൾ ഇയേഴ്സ് ചേഞ്ച് ആയാലും എനർജി ചേഞ്ച് ആകാത്തത്, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഡ്രോപ്പ് ആകാത്തത്, അല്ലെങ്കിൽ വ്യൂവേഴ്സിൻ്റെ ട്രസ്റ്റ് ലോസ്റ്റ് ആകാത്തത്, അങ്ങനെയുള്ള ഒരു ന്യൂസ് റീഡേഴ്സ് ആരാണെന്ന് നിങ്ങൾക്ക് പറയാമോ? ന്യൂസ് റീഡിങ് ഈസ് നോട്ട് എ ജോബ്, ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ന്യൂസ് റീഡറിൻ്റെ പേര് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തത് അലീനയാണ്. അലീനയുടെ ഇപ്പോഴത്തെ പ്രായം 27 അടുത്തത് ശീതൽ ജയരാജാണ്. ശീതൽ ജയരാജിൻ്റെ ഇപ്പോഴത്തെ പ്രായം 39 അടുത്തത് ദേവിക ബൈജു ദിവാകരനാണ്. ദേവിക ബൈജു ദിവാകരൻ്റെ ഇപ്പോഴത്തെ പ്രായം 33 അടുത്തത് നിമ്മിയാണ്. നിമ്മിയുടെ ഇപ്പോഴത്തെ പ്രായം 32 അടുത്തത് കൃഷ്ണേന്ദു നായരാണ്. കൃഷ്ണേന്ദു നായരുടെ ഇപ്പോഴത്തെ പ്രായം 31 അടുത്തത് ആര്യ പി ആണ്. ആര്യ പിയുടെ ഇപ്പോഴത്തെ പ്രായം 33 അടുത്തത് ഭവ്യ പാർവതിയാണ്. ഭവ്യ പാർവതിയുടെ ഇപ്പോഴത്തെ പ്രായം 35 അടുത്തത് ക്രിസ്റ്റീന ചെറിയാനാണ്. ക്രിസ്റ്റീന ചെറിയാൻ്റെ പ്രായം 41 അടുത്തത് ശ്രുതി ശ്രീധരനാണ്. ശ്രുതി ശ്രീധരൻ്റെ ഇപ്പോഴത്തെ പ്രായം 32 അടുത്തത് അമൃത പടിക്കലാണ്. അമൃത പടിക്കലിൻ്റെ ഇപ്പോഴത്തെ പ്രായം 30 അടുത്തത് ആതിര ശശികുമാറാണ്. ആതിര ശശികുമാറിൻ്റെ ഇപ്പോഴത്തെ പ്രായം 33 അടുത്തത് അഞ്ജന എസ് അജിതനാണ്. അഞ്ജന എസ് അജിതൻ്റെ ഇപ്പോഴത്തെ പ്രായം 36 അടുത്തത് അഞ്ജലി ബി നായരാണ്. അഞ്ജലി ബി നായരുടെ ഇപ്പോഴത്തെ പ്രായം 29 അടുത്തത് പ്രിയ ഇലവള്ളിയാണ്. പ്രിയ ഇലവള്ളിയുടെ ഇപ്പോഴത്തെ പ്രായം 42 അടുത്തത് പ്രവിത ലക്ഷ്മിയാണ്. പ്രവിത ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ പ്രായം 36
അടുത്ത ഇപ്പോഴും ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നമ്മുടെ വീണ ജോർജിൻ്റെ പ്രായം 49 ഇപ്പോൾ ഫേസ് കാണാതെ വോയിസ് മാത്രം കേട്ടാൽ ഏജ് ഗസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായമാണ്. അല്ലെങ്കിൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വോയിസിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മോസ്റ്റ് യൂത്ത്ഫുൾ ലുക്കിംഗ് ആയിട്ടുള്ള ആങ്കർ ആരാണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ മോസ്റ്റ് ഓതറേറ്റീവ് വോയിസ് ആരുടേതാണെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആങ്കേഴ്സിനെ കാണാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലിയും ഈ ഒരു ന്യൂസൊക്കെ കാണുന്നതിനായിട്ട് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഒരുപാട് പേർക്ക് ന്യൂസ് വായിക്കുന്നവരുടെ ആ ഒരു ഇതിലാണ് തീർച്ചയായിട്ടും ഒരുപാട് ന്യൂസ് ചാനലുകൾ അങ്ങനെ തന്നെ അവർക്ക് ഫേവറേറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള ആ ന്യൂസ് ചാനൽ ഏതാണ് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ എടുത്ത് നോക്കി ബൈ.